കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, തിരുവചനം പഠിക്കുവാനും പഠിപ്പിക്കാനും ഒരിക്കൽ കൂടെ ലഭിച്ച നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ എന്തുമാത്രം പഠിച്ചു എന്നും അതെങ്ങനെ പഠിപ്പിക്കുവാൻ ഞങ്ങളെ കൊണ്ട് കഴിയുമെന്നുള്ളത് ഞങ്ങൾ പരിശീലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠനത്തിനായി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പൊതുവായിട്ട് സ്നാനത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 4-5 ചോദ്യങ്ങൾ ഞാൻ പറയാം. എവിടെയെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ സ്നാനത്തെക്കുറിച്ച് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ 5 ചോദ്യങ്ങളുടെ ഉത്തരം അതിനകത്ത് ഉണ്ടായിരിക്കണം. അത് പൊതുവായിട്ട് ഞാൻ പറഞ്ഞു തരിക. വാട്ട് ഈസ് ബാപ്റ്റിസം? Why baptism? Who should be baptized? ആരാ സ്നാനപ്പെടേണ്ടത്? സ്നാനം എന്തുവാ? എന്തിനാ സ്നാനം? ആരാ സ്നാനപ്പെടേണ്ടത്? where should be baptized? എവിടാ സ്നാനപ്പെടേണ്ടേ? ഇനി ഒരെണ്ണം കൂടെ, ഹൗ, എങ്ങനെ സ്നാനപ്പെടേണ്ടത്? തളിച്ചാൽ മതിയോ? ഇരുത്തി മുക്കണോ? കിടത്തി മുക്കണോ? മരത്തി മുക്കണോ? ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ കണ്ടെത്തിയാൽ നമുക്ക് സ്നാനത്തെക്കുറിച്ചുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യവും നമുക്ക് കിട്ടും. അപ്പൊ എന്തുവാ സ്നാനം? വാട്ട് ഈസ് ബാപ്റ്റിസം? അതിനേക്കാളൊക്കെ കുറച്ച് ഇറ്റ്സ് എൻ ആക്ഷൻ. അതൊരു പ്രവൃത്തിയാണ്. സ്നാനം എന്ന് പറയുന്നത് എന്തുവാ? ഇറ്റ്സ് എൻ ആക്ഷൻ. അത് ഒരു പ്രവൃത്തിയാണ്. അല്ലാതെ അത് ഒരു തിയറി അല്ല, കുറെ ഇൻഫർമേഷനും അല്ല. ഇറ്റ്സ് നോട്ട് എ കൺഫർമേഷൻ ടു സം തിയോളജിക്കൽ എഗ്രിമെന്റ്സ്. ദൈവശാസ്ത്രപരമായ ചില ആശയങ്ങളോട് യോജിക്കുന്നതിനെ അല്ല സ്നാനം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ആക്ഷൻ. അത് ഒരു പ്രവൃത്തിയാണ് സ്നാനം. അതെപ്പോഴും ഓർത്തോളോ. പിന്നെന്തുവാ? അതൊരു ആക്ഷനാണ്. പിന്നാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ പറയാൻ പോകുന്നത്. അത് കർത്താവിൻ്റെ കൽപ്പനയാണ്. അങ്ങനെ പോകുന്നുണ്ട്, ഒത്തിരിയുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോഴാണ് നമ്മളൊരു കാര്യം നോക്കേണ്ടത്. 2 കാര്യങ്ങളാണ് നമ്മൾ അനുഷ്ഠിക്കാൻ പറഞ്ഞേക്കുന്നത്. ഒന്ന് എന്തുവാ? ബാപ്റ്റിസം. മറ്റേത് കമ്മ്യൂണിയൻ. ഇത് രണ്ടും ഒറ്റ ഒരു കാര്യത്തിലേക്കാണ് വിരഞ്ഞുകൊണ്ടുന്നത്. ക്രൂസിംഗിലേക്കാ. ഇത് രണ്ടും ക്രൂസിനെ വെളിപ്പെടുത്തുന്നത്. യേശു ക്രിസ്തു പാപസംബന്ധമായി എനിക്ക് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഞാൻ, പാപസംബന്ധമായി ഞാനും മരിച്ച് അടക്കപ്പെട്ട് ഒരു ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന ഒരു ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ആക്ഷനായത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ക്രോസ്. കമ്മ്യൂണിയനോ അത് തന്നെ. എനിക്ക് വേണ്ടി കർത്താവ് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത്. ഇതവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടാനായിട്ട് സ്നാനം. ഇവിടെ കമ്മ്യൂണിയനിലൂടെ ഞാനും എൻ്റെ കർത്താവുമായുള്ള ബന്ധത്തെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഇതെല്ലാം ഇറ്റ്സ് ഓൾ ക്രോസ്. അപ്പോൾ എന്താണ് സ്നാനം? നമ്മൾ അതൊരു പ്രവൃത്തിയാണ്. അത് യേശു ക്രിസ്തുവിനോട് ചേരാനാണ്, ജീവന്റെ പുതുക്കത്തിൽ നടക്കാനാണ്. ഇങ്ങനെ നമുക്ക് എവിടെല്ലാം വാക്യം കൊണ്ടുവരാമോ അതെല്ലാം കൊണ്ടുവരാം. വൈ ബാപ്റ്റിസം? എന്തിന് സ്നാനപ്പെടണം? കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. കർത്താവിൻ്റെ ഒരു ശിഷ്യനായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? സ്നാനപ്പെട്ടേ പറ്റൂ. സ്നാനപ്പെടുത്തി എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവേൻ.
അപ്പൊ യേശു ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്കുള്ള ആദ്യ പടിയാണിത്. ഫസ്റ്റ് ആക്ഷൻ. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, നിർമ്മല മനസാക്ഷിക്കുള്ള ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷയാണ്. സ്നാനത്താൽ നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനേക്കാളെല്ലാം ഒരു യോഹന്നാന്റെ സുവിശേഷം 14:15 എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് സ്നാനം. ദർ ഇസ് നോ അതർ ആക്ഷൻ. 3, ഹൂ ഷുഡ് ബി ബാപ്റ്റൈസ്ഡ്? ആര് സ്നാനപ്പെടണം? നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാം. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിച്ചിട്ടേ എന്ത് ചെയ്യാവൂ? സ്നാനപ്പെടുത്താവൂ. സുവിശേഷം പ്രസംഗിച്ച് കഴിഞ്ഞ് എനിക്ക് കർത്താവിൻ്റെ ശിഷ്യനായിട്ട് ജീവിക്കണമെന്ന് അവന് താല്പര്യം ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാവൂ? സ്നാനപ്പെടുത്താവൂ. അതാ പത്രോസ് പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി എന്ത് ചെയ്യും? സ്നാനം എടുക്കണം. അപ്പം മാനസാന്തരപ്പെട്ടവനായിരിക്കണം, സുവിശേഷം കേട്ടവനായിരിക്കണം, കർത്താവിനെ പൂർണ്ണ ജീവിതത്തിൽ സ്വീകരിച്ച പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവനായിരിക്കണം. അപ്പോൾ ഹൂ ഷുഡ് ബി ബാപ്റ്റൈസ്ഡ്? വേർ ഷുഡ് ബി ബാപ്റ്റൈസ്ഡ്? എവിടെ സ്നാനപ്പെടണ്ടേ? വെള്ളമുള്ള ഒരു സ്ഥലത്ത് അല്ലേ? വെള്ളമുള്ള സ്ഥലത്തെ സ്നാനപ്പെടുത്താൻ പറ്റത്തുള്ളൂ. വെള്ളം എന്ന് പറഞ്ഞാൽ H2O അല്ലേ? ഹൈഡ്രജൻ വന്നാൽ ഒരു ഹൈഡ്രജൻ ഓക്സിജൻ കൂടെ കടത്തി വിട്ടാൽ പോരും. വെള്ളം എന്ന് പറഞ്ഞാൽ H2O. ഒരു കുഴലിൽ കൂടെ ഹൈഡ്രജനും മറ്റേ കുഴലിൽ കൂടെ ഓക്സിജനും കിടത്തി വിട്ട് കഴിഞ്ഞാൽ സ്നാനാവൂ? ഇല്ല. വെള്ളമുള്ളടുത്ത് അവിടെ യോഹന്നാൻ സ്നാനപ്പെടുത്തിയത് അവിടെ, യേശു സ്നാനപ്പെട്ടത് അവിടെ, സ്നാനപ്പെടുത്തിയത് അവിടെ, ഷണ്ണൻ സ്നാനപ്പെട്ടത് അവിടെ, ഫിലിപ്പോസ് സ്നാനപ്പെടുത്തിയതും അവിടെ. ഏറിയ വെള്ളമുള്ളടത്തേ പറ്റത്തുള്ളൂ. തൊട്ടിക്കാത്ത വെള്ളത്തിലും പറ്റത്തില്ല, ബക്കറ്റിനോട് എടുത്ത് ഒഴിച്ചാലും പറ്റത്തില്ല. അപ്പോൾ വെള്ളം ഉണ്ട്. ഹൗ? എങ്ങനെയാണ് സ്നാനപ്പെടുത്തുന്നത്? ഇമ്മേഴ്ഷൻ. പൂർണ്ണമായിട്ട് മുഴുകിയിരിക്കണം. സമ്പൂർണമായിട്ട് മുഴുകിയിരിക്കണം. അത് ഇരുത്തി മുക്കിയാലും കുഴപ്പമില്ല, മരത്തി മുക്കിയാലും കുഴപ്പമില്ല, കിടത്തി മുക്കിയാലും കുഴപ്പമില്ല, കസേര ഇരുത്തി മുക്കിയാലും അങ്ങനെയൊക്കെ പെടുത്തിയിട്ടുണ്ട്. സമ്പൂർണ്ണ നിമഗ്നനായിരിക്കണം. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണെന്ന് അറിയുമോ? നിമഗ്നം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കും. അപ്പം ഞാനോട് ചോദിക്കും, അപ്പോൾ ഈ എത്ര സ്നാനമുണ്ട്? ഉണ്ട്. സ്നാനത്തെക്കുറിച്ച് പല ടൈപ്പ് ഇല്ലേ? അപ്പം ശിശു സ്നാനം ശരിയാണോ? മുതിർന്ന സ്നാനമാണോ ശരി? അത് വളരെ എളുപ്പമാണ്. സുവിശേഷം പറഞ്ഞവൻ കേട്ടവനെ സ്നാനപ്പെടുത്തണം, അത്രേ ഉള്ളൂ. വേറെ യാതൊരു കാര്യമില്ല. സെൻട്രൽ പാസ്റ്റർ ഒന്നും പെടുത്തണമെന്നില്ല, പാസ്റ്റർ ഒന്നും പെടുത്തണമെന്നില്ല. സുവിശേഷം ആര് പ്രസംഗിച്ചവനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നോ അവന് പെടുത്താം. കാരണം ഫിലിപ്പോസ് അപ്പോസ്തലനല്ലായിരുന്നു, ഷണ്ടനെ സ്നാനപ്പെടുത്തിയ ഫിലിപ്പോസ് ആയിരുന്നോ? ആയിരുന്നു. സുവിശേഷം പ്രസംഗിച്ചവനെ സ്നാനപ്പെടുത്താവൂ. അതാണ് നമ്മളവിടെ കാണുന്നത്. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ, എന്നിട്ട് സെൻട്രൽ പാസ്റ്ററെ വിളിച്ച് സ്നാനപ്പെടുത്തുകയും. അങ്ങനെയാണോ വാക്യം? അല്ല. ആര് സുവിശേഷം പറയുന്നോ അവർക്ക് സ്നാനപ്പെടുത്താം. പിന്നെ ഇതിനൊരു നിബന്ധന വെച്ച് വാളെടുത്തവൻ എല്ലാം കൂടെ വെളിച്ചപ്പാടനാവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്തേക്കുന്നത്? ഇങ്ങനൊരു വ്യവസ്ഥ വെച്ചേക്കുന്നത്. സുവിശേഷം പ്രസംഗിച്ചവന് സ്നാനപ്പെടുത്താൻ അനുവാദമുണ്ട്. അടുത്തത്, ഇതിലേതാ ശരി? രണ്ടും തെറ്റാ. ശിശുക്കളെ സ്നാനപ്പെടുത്താൻ വ്യവസ്ഥയില്ല, മുതിർന്നവരെ സ്നാനപ്പെടുത്താൻ വ്യവസ്ഥയില്ല. അത് അങ്ങോട്ട് വരാൻ പോവുക. അത് എത്ര തരം സ്നാനം ഉള്ളത്? ആദ്യം ഞാൻ ഇങ്ങോട്ട് ചോദിച്ചില്ല, ആരെ സ്നാനപ്പെടുത്താവൂ? വിശ്വസിക്കുന്നവരെ. യേശു ദൈവത്തിനാണെന്ന് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്താൻ പറ്റും. അപ്പം
ഇവിടെ ശിശുസ്നാനവും തെറ്റാ, മുതിർന്ന സ്നാനവും തെറ്റാ. ആകെ ഒറ്റ ഒരു സ്നാനമേ ഉള്ളൂ, വിശ്വാസ സ്നാനമേ ശരിയുള്ളൂ. അപ്പോൾ ഒരാൾക്ക് എത്രാമത്തെ വയസ്സ് വിശ്വസിക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ എത്ര വയസ്സാവാം? 32 വയസ്സായിട്ടും ബോധമില്ലാത്തവനുണ്ട്, 32 വയസ്സായാലും ഒരു ബോധമില്ലാത്തവനുണ്ട്. ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് ഒരാളെ കണ്ടു, ഒരു ബോധമില്ല, ഒരാളെപ്പുണ്ട്, വയസ്സ് 32. എന്നാൽ 8-9 വയസ്സാകുമ്പോഴത്തേന് കാര്യഗൗരവമുള്ള കുട്ടികളുമുണ്ട്, അവർക്കറിയാം. അപ്പോൾ വയസ്സല്ല ഇവിടുത്തെ പ്രാധാന്യം, താൻ എന്തു ചെയ്യാൻ പോകുന്നു, എന്തിനാ ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് അവർക്ക് അറിയാവുന്ന ആ പ്രായത്തിൽ അവർക്കത് തിരഞ്ഞെടുക്കാനുള്ള അറിവ് വന്നാൽ അവരെ എന്തു ചെയ്യാം? സ്നാനപ്പെടുത്താം. അവിടെ ഏജ് അല്ല വിഷയം. അപ്പൊ ഇനി വള്ളി ഇട്ടില്ലായിരുന്നു, അതാണ്. ഓക്കെ, അടുത്തത് നോണ്ടത്. അപ്പൊ ഇനി എത്ര തരം സ്നാനമുണ്ട് വേദോസ്തരത്തിൽ? എത്ര സ്നാനമുണ്ട്? വായിച്ചല്ലോ, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം. ഇത് ഞാൻ പൊതുവെ പറയുന്ന കൂട്ടത്തിൽ പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഹൗ മെനി ടൈപ്സ് ഓഫ് ബാപ്റ്റിസം? എത്ര തരം സ്നാനമുണ്ട്? ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടവർക്കേ നമുക്കിതേ ഉള്ളൂ. നോക്കാം, നമുക്ക് ആദ്യം തൊട്ട് ചരിത്രപരമായിട്ട് നോക്കാം. 1, യഹൂദന്മാരുടെ ഒരു സ്നാനമുണ്ട്. അതിനെ ശുദ്ധീകരണ സ്നാനം എന്ന് പറയും. കഴുകൽ എന്നുള്ള അർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്നത്. ശുദ്ധീകരണ സ്നാനം, പുരോഹിതൻ ഇതിന് ചെല്ലുന്നതിന് മുമ്പ്, ആകർപ്പിക്കാനൊക്കെ പോകുന്നതിന് മുമ്പ് സ്വയം എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം, കഴുകൽ പ്രാപിക്കണം. അതിനെ ശുദ്ധീകരണം, അത് യഹൂദന്മാർക്ക്. അത് കഴിഞ്ഞ് വന്ന് യഹൂദ മതത്തിലേക്ക് ഒരുവന് ചേരണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ജാതിയിൽ നിന്നൊരാള് യഹൂദ മതം സ്വീകരിച്ചു വരുന്നെങ്കിൽ അവരെ യഹൂദ മതാനുസാരികൾ എന്ന് പറയും. ജാതികളിൽ നിന്ന് ഒരാൾ യഹൂദ മതം സ്വീകരിച്ചു വരണമെങ്കിൽ അവൻ എന്ത് ചെയ്തിരിക്കണം? സ്നാനമേറ്റിരിക്കണം. അവരെയാണ് യഹൂദ മതാനുസാരികൾ, യഹൂദ മതത്തിനനുസരിച്ച് ജീവിക്കുന്നവരെന്ന് വിളിക്കുന്നത്. 3, ഇത് രണ്ട് യഹൂദനറിയാം. ഇത് നിലവിലുള്ള കാലത്താണ് യോഹന്നാൻ സ്നാപകൻ വന്ന് എന്ത് ചെയ്യുന്നത്? മാനസാന്തര സ്നാനം പ്രസംഗിക്കുന്നത്. സ്നാപക യോഹന്നാൻ്റെ അത് നടക്കുമ്പോഴാണ് വേറൊരു അപൂർവമായ ഒരു സ്നാനം നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അതാരുടെയാ? യേശു ക്രിസ്തുവിൻ്റെ സ്നാനം. യേശുവിൻ്റെ സ്നാനം മാനസാന്തര സ്നാനം അല്ലായിരുന്നു, പകരം എന്തോതിനായിരുന്നു? യേശു ആരാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്താൻ വേണ്ടിയുള്ള സ്നാനമായിരുന്നു. ആരുടെ മേൽ ആത്മാവ്, നമ്മൾ കഴിഞ്ഞ സംബന്ധിച്ചുകൊണ്ടല്ലോ, ഇറങ്ങുന്നതും വസിക്കുന്നതും ഞാനോ അവനെ അറിഞ്ഞിരുന്നില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നുവോ അവനാകുന്നു
പരിശുദ്ധാത്മാവിനാലും. അപ്പോൾ യേശുവിൻ്റെ സ്നാനം എന്തുമായിരുന്നു? ഇൻ എ സെൻസ് ഒരു വെളിപ്പെടുത്തൽ സ്നാനമായിരുന്നു. അപ്പം പിന്നെ ഇങ്ങനെ ദൈവത്തിൻ്റെ സകല നീതിയും നിർവചിക്കുന്ന നമുക്ക് ഉചിതമെന്ന് പറയാൻ കാരണം ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. ഇത് ചെയ്താലേ ഞാൻ ആരാധന ലോകത്തിന്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കുന്ന ഉചിതമെന്ന് പറയാൻ കാരണം. ഞാനിങ്ങനെ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് യോഹന്നാനെ നീ ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ ദൈവത്തിൻ്റെ കാരണം നീയൊരു നിയോഗം പ്രാപിച്ച് വന്നവനാ. നിന്റെ നിയോഗം എന്തുവാ? നീ സ്നാനപ്പെടുത്തുമ്പോൾ ഒരുവൻ വന്ന് നിന്റെ അടുത്ത് വന്ന് സ്നാനപ്പെടും, അവരിൽ ഏതോ ഒരുവൻ്റെ മേൽ ആത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങും, വസിക്കുന്നത് നീ കാണും. അത് ഞാൻ കണ്ടു, അവൻ ആ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടുന്ന. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്നാനം താൻ ആരെന്ന് ലോകത്തിന് വെളിപ്പെടുത്താൻ വേണ്ടിയുള്ള സ്നാനമായിരുന്നു. 5, ക്രിസ്തീയ സ്നാനം അതെപ്പോഴാ? ആഫ്റ്റർ ദ ക്രോസ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിനും ഉയർപ്പിനും ശേഷം വരുന്നതാണ് ക്രിസ്തീയ സ്നാനം. ഇവിടെ വരുമ്പോഴാണ് ഒരു ചോദ്യം വരുന്നത്, കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ എന്നാ. കള്ളൻ സ്നാനപ്പെടണ്ടായിരുന്നു. കാരണം ക്രിസ്തീയ സ്നാനത്തിൻ്റെ ഉപദേശം വരുന്നത് ഉയർപ്പിന് ശേഷമാ. ക്രിസ്തീയ സ്നാനത്തിൻ്റെ ഉപദേശം വരുന്നത് ഉയർപ്പിന് ശേഷമാ. കാരണം എന്തുകൊണ്ടാ? ഈ സ്നാനം യേശു ക്രിസ്തുവിനോട് ചേരാൻ, ഈ സ്നാനം ക്രിസ്തുവിൻ്റെ മരണ, അടക്ക, ഉദ്ധാരണ അല്ലെങ്കിൽ പുനരുദ്ധാരണത്തിന് സാദൃശ്യമായി. അപ്പൊ അതും കൂടെ നടന്നെങ്കിൽ ഈ സ്നാനത്തിന്റെ ഉപദേശം വരുന്നുള്ളൂ. ഇനി അടുത്തത് മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം എന്ന് പറഞ്ഞിട്ടൊരു സ്നാനം നടന്നു. ഇത് പൗലോസ് എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉയർപ്പിനെ പൗലോസ് സ്ഥാപിക്കുന്നിടത്താണ് പറയുന്നത്. ഉയർപ്പില്ല എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനപ്പെട്ടത് വെറുതെ ആയി പോകുമല്ലോ. അതിൻ്റെ അർത്ഥം എന്നാ? എൻ്റെ വല്യപ്പച്ചന് സ്നാനപ്പെടാൻ പറ്റിയില്ല, സ്നാനപ്പെടുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? വല്യപ്പച്ചൻ മരിച്ചു. അപ്പം വല്യപ്പച്ചന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? സ്നാനപ്പെടുന്ന ഒരു ചടങ്ങ് അക്കാലത്തുണ്ടായിരുന്നു. അതാ പൗലോസ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സ്നാനം ഉണ്ടായിരുന്നു. ഇനി ഇത് കഴിഞ്ഞ് വേറെ സ്നാനം കൂടെ ഉണ്ട്. ആ സ്നാനം, 2 സ്നാനം കൂടെ ഉണ്ട്. വെള്ളത്താലല്ല, ആ സ്നാനം ആത്മാവിലാണ്. അതിനാണ് പരിശുദ്ധാത്മ സ്നാനം. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അതെന്തുവാ? തീയാലുള്ള സ്നാനം. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. പറയാൻ ആർക്കെങ്കിലും? കർത്താവിൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഞാൻ കേൾക്കുന്ന സ്നാനം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് കർത്താവ് ഒരിക്കൽ ചോദിച്ചായിരുന്നു. അതെന്തുമായിരുന്നു? യെസ്, ബാപ്റ്റിസം ഓഫ് സഫറിങ്, കഷ്ടതയുടെ സ്നാനം. ഒരു സ്നാനം എനിക്ക് ഏൽപ്പാനുണ്ടെന്ന് പറയുന്നു. ദാറ്റ്സ് എ ബാപ്റ്റിസം ഓഫ് സഫറിങ്. അപ്പോൾ ഇത്രയും സ്നാനം വേദപുസ്തകത്തിൽ തന്നെയുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. യെസ്, യേശു സ്നാനപ്പെടുത്തിയിട്ടില്ല ആരെയും. പക്ഷെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പക്ഷെ പിറ്റേ അധ്യായത്തിൽ പിന്നെ തന്നെ പറയുന്നുണ്ട്. പിന്നെ യേശു പെടുത്തിയ ഒറ്റ പറഞ്ഞോ?
ആ പറഞ്ഞോ, ഇല്ല പറഞ്ഞു തന്നാലും. ആ ആ ആ ഇപ്പം ഞാനും 10 പാസ്റ്റർമാരും കൂടെ സ്നാന ശുശ്രൂഷയ്ക്ക് പോവാ. അപ്പോൾ പുറത്ത് കേൾക്കുന്നത് എന്തുവാ? സാർ അവിടെ സ്നാനപ്പെടുത്തുന്നു, വെയിറ്റ് സാർ അവിടെ സ്നാനപ്പെടുത്തുന്നു, ഇതാ കേൾക്കുന്നത്. പക്ഷെ ടെക്നിക്കലി ഞാൻ എന്ത് ചെയ്യുന്നില്ല, സ്നാനപ്പെടുത്തിയിട്ടില്ല. എൻ്റെ കൂടെ ഉള്ളവരെ എൻ്റെ അനുവാദത്തോടു കൂടെ എൻ്റെ കൂടെ ഉള്ളവർ എന്ത് ചെയ്യുന്നു, സ്നാനപ്പെടുത്തുന്നു. ആ ആ ഇനി ഏതാ? ആ എന്തുവാ? ആ യോഹന്നാൻ അവിടെ പരിപാടി ഉണ്ടല്ലോ. ഇവിടെ യേശു എന്ത് ചെയ്യുന്നില്ല, സ്നാനപ്പെടുത്തുന്നില്ല. തൻ്റെ കൂടെ ഉള്ളവരെ കൊണ്ട് മാത്രമാ, ശിഷ്യന്മാരെ കൊണ്ട് മാത്രമാ സ്നാനം. ആ ആ കാരണം യേശു ആണല്ലോ അവിടുത്തെ കീ ലീഡറാ. ഉദാഹരണം അല്ല, കഴിപ്പിച്ചില്ല. കാരണം തന്നെ അതിനല്ല താൻ വന്നത്. പുള്ളിയും കൂടെ പെടുത്തിയായിരുന്നെങ്കിൽ ഇവിടുത്തെ സഭ എന്താ, ഞാൻ യേശുവിൻ്റെ കൈക്കീഴ് ഡയറക്റ്റ് സ്നാനപ്പെട്ടവനാണെന്ന് പറഞ്ഞു വന്നേനെ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ സഭയിൽ ഏതാണ്ട് ഒരു 160ഓളം പാസ്റ്റർമാരുണ്ട്. പക്ഷെ ഇപ്പോഴും അറിയപ്പെടുന്നത് എന്തുവാ? ഇതാണ് പാസ്റ്റർ സഭ എന്ന് പറയുന്നത്. ബി എ തമ്പിച്ചാൻ്റെ കൂടെ ഏതാണ്ട് ആയിരക്കണക്കിന് ശുശ്രൂഷന്മാരുണ്ട്. പക്ഷെ ഇപ്പോഴും അറിയുന്നത് എന്തുവാ? തമ്പിച്ചാൻ്റെ സഭയെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ആശയം നിൽക്കുമല്ല, അതാണ് അതിൻ്റെ ഇത്. അതുകൊണ്ട് അവിടെ വ്യക്തമായിട്ട് എഴുതിയത് യേശു ആരെയും സ്നാനപ്പെടുത്തിയിരുന്നില്ല താനും. വളരെ വ്യക്തമായിട്ട്, കാരണം അങ്ങനെ ഒരു ഇത് വരാതിരിക്കാം. പക്ഷെ തൻ്റെ കൂടെ, തൻ്റെ മേൽനോട്ടത്തിലാണ് ഇത് മുഴുവൻ നടന്നത്. അതുകൊണ്ട് ഫുൾ റെസ്പോൺസിബിലിറ്റി ആരെയാ? ഉദാഹരണം, അയാളുടെ മതിൽ വിളിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ പത്രത്തിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, സാറ് ഞങ്ങളുടെ മതിൽ വിളിച്ചു എന്നാ പറയാ. ആരാ? ഞാനെ കൊണ്ട് അതിൻ്റെ ഫുൾ ഉത്തരവാദിത്തം എനിക്കാ. ഞാൻ പറഞ്ഞു ഞാനൊന്നും വിളിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പള്ളി പറഞ്ഞാൽ മതി എന്ന് പറയും. എൻ്റെ കൂടെ വന്നവൻ എന്ത് ചെയ്യുന്നോ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം ആർക്കാ? എനിക്കാ. യോഹന്നാന്റെ ശിഷ്യന്മാരെ സ്നാനപ്പെടുത്തിയതായിട്ടെങ്കിലും കാണുന്നില്ല. ഉണ്ടായിരിക്കാം. ആയിരിക്കണം. കാരണം വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്. സോ ഹി വാസ് സെൻഡ് ബൈ ഗോഡ് ടു ഡു ദാറ്റ്. അപ്പോൾ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പൊതുവായൊരു ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റണം. ഇതൊക്കെ മനസ്സിലെടുത്ത് പറഞ്ഞു, ഇതൊന്നും നോട്ട് നോക്കി പറയരുത്. ഇത് ഇറ്റ് ഷുഡ് ബി ദർ. അപ്പോൾ ആ ഒരു സ്റ്റഡി കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മൾ സ്നാനത്തോടു കൂടി ഇന്ന് നിർത്താൻ പോവുക. അടുത്ത ആഴ്ചയിലെ നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ ഇനിയും നമുക്കുള്ള സ്റ്റഡി പുസ്തക പഠനമുണ്ട്. ഇനി പിന്നെ വേഴ്സ് ബൈ വേഴ്സും കൂടി ഉണ്ട്. അത് രണ്ടും കൂടി ഉണ്ട് അല്ലേ? വാക്യപ്രതിവാക്യ പഠനമുണ്ട്, ബുക്ക് സ്റ്റഡിയുണ്ട്. ആ ബുക്ക് സ്റ്റഡിയുടെ പ്രത്യേകത ഞാൻ ചെറിയൊരു ഹിൻഡ് മാത്രം എന്താണെന്ന് വെച്ചാൽ, ആ പുസ്തകത്തെ ആസ്പദമാക്കിയായിരിക്കും നമ്മൾ വേറെ ഒറ്റ പുസ്തകത്തിലോട്ടും പോകത്തില്ല. എന്തായിരുന്നു ആ പുസ്തകത്തിൻ്റെ പ്രതിപാദ്യ വിഷയം? ഉദാഹരണം, വേണ്ട യൂദാ വേണമെങ്കിൽ എടുക്കാം. ഒരു ചെറിയൊരു പുസ്തകം നമുക്ക് എടുക്കാം. നമ്മളൊരിക്കൽ പറഞ്ഞു തന്നു എന്തായിരുന്നു യൂദാ ലേഖനം എഴുതിയതിൻ്റെ ഉദ്ദേശം. എന്തുമായിരുന്നു ഉദ്ദേശം? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പോരാടണം. അപ്പോൾ എല്ലാ ലേഖനങ്ങളും എഴുതിയതിൻ്റെ പുറകിൽ എന്തുകൊണ്ട്? ഒരു ഉദ്ദേശമാണ്. ഓക്കെ,
ദൈവം അനുഗ്രഹിക്കട്ടെ. അതായിരിക്കും നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്.